അവിശ്വസ്തതയാണ് സാവൂളിന്റെ മരണത്തിന് കാരണം. ഞാൻ പറഞ്ഞ ഏറ്റു പറയണം, അവിശ്വസ്തതയാണ് സാവൂളിന്റെ മരണത്തിന്റെ കാരണം. ഇനി എന്താണ് അവിശ്വസ്തത? അദ്ദേഹം ചെയ്ത അവിശ്വസ്തത കേട്ടെ. അവൻ കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു. ശ്രദ്ധിച്ചേ, അതായത് ദൈവജനം നശിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്നാം പ്രമാണ ലംഘനം, മന്ത്രവാദം, ആഭിചാരം. അതുകൊണ്ട് ഇവിടെയൊക്കെ അനേകം ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാവാത്തതിൻ്റെ കാരണങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒത്തിരി മക്കള് ആരുടെയെങ്കിലും ഉപദേശപ്രകാരം ആഭിചാരകന്മാരുടെ അടുത്ത് പോകുന്നു, മന്ത്രവാദികളുടെ അടുത്ത് പോകുന്നു, ക്ഷുദ്രപ്രയോഗം നടത്തുന്നവരുടെ അടുത്ത് പോകുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേവാരാധനയ്ക്ക് പോകുന്നു, ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ അനേകം ദൈവമക്കൾ നശിച്ചതിൻ്റെ കാരണമായി ദൈവവചനം വെളിപ്പെടുത്തുന്നത് ഈ ആഭിചാരകന്മാരുടെ പുറകെ പോകുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പോയിട്ടുള്ളവർ ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ആലയത്തിൽ വെച്ച് അനുദപിക്കുക. ഇത് കരുണയുടെ ആലയമാണ്. ഇവിടെ കുമ്പസാരത്തിൻ്റെയും കരുണയുടെയും കൂദാശകൾ വിളമ്പുന്ന സ്ഥലമാണ്. ഈ ആലയത്തിൽ വെച്ച്, ഇവിടെ വെച്ച്, ഇപ്പോൾ ഈ സെക്കൻഡിൽ അനുദപിക്കുക. ദൈവമേ, ഞങ്ങളോ ഞങ്ങളുടെ മാതാപിതാക്കളോ പൂർവികരോ മന്ത്രവാദികളുടെയോ ആഭിചാരകന്മാരുടെയോ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരുടെയോ ദൈവമേ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അനുദപിക്കുന്നു. അനുദപിക്കുക മാത്രമല്ല, അതിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നു, നിഷേധിക്കുന്നു. ഞാൻ പ്രാർത്ഥന പറഞ്ഞു തരട്ടെ. ഇപ്പം നിങ്ങൾ ഫ്രീ ആവും. ഇപ്പൊ സിമ്പിളാണ്. ഒരു സാധനം പുറത്തു പോകാനുണ്ട്. ഒന്നാം പ്രമാണ ലംഘനം എവിടെയെങ്കിലും തലയ്ക്ക് മേളിൽ കിടപ്പുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബൈബിൾ വായിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഉപേക്ഷിച്ചാൽ മതി. ഉപേക്ഷിക്കുന്ന എങ്ങനെയാ കേട്ടോ? ഞാൻ പറഞ്ഞു, കണ്ണടച്ചോ, ഉറക്കെ പറയണം. ഞാൻ പറഞ്ഞു തരുന്ന പോലെ ഏറ്റു പറയണം. പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടുന്ന് എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കുരിശിൽ മരിച്ച് എന്നെ വീണ്ടെടുക്കുന്നതിന് ലോകത്തിലേക്ക് അയച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുന്ന് എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഭിചാരത്തെയും മന്ത്രവാദത്തെയും അന്യദൈവാരാധനയെയും ഒന്നാം പ്രമാണ ലംഘനങ്ങളെയും ദൈവത്തെക്കാൾ ഉപരി പണത്തെയോ സ്ഥാനമാനങ്ങളെയോ എന്നെ തന്നെയോ പ്രതിഷ്ഠിച്ചിട്ടുള്ള അഹങ്കാരത്തെയും വിഗ്രഹാരാധനയെയും ഞാൻ ഉപേക്ഷിക്കുകയും ഞാൻ നിഷേധിക്കുകയും ഞാൻ തള്ളിപ്പറയുകയും ചെയ്യുന്നു. ഞാനോ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ പൂർവികരോ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമോ സാത്താനുമായോ അവൻ്റെ സേവകരുമായോ ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടികളോ കരാറുകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ഉപേക്ഷിക്കുന്നു, നിഷേധിക്കുന്നു, തള്ളിപ്പറയുന്നു. ഹല്ലേലൂയ.